റെഗുലേഷൻ ഓഫ് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ്. ഈ സെഷനിൽ സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണ് സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നോർമൽ സെൽസ് മൂവ് ത്രൂ ദ സെൽ സൈക്കിൾ ഇൻ എ റെഗുലേറ്റഡ് വേ. അപ്പോൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദേ യൂസ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ഓൺ ഇൻറ്റേർണൽ സ്റ്റേറ്റ് and cues from the environment around them to decide whether to proceed with the cell division or not. അപ്പോൾ നോർമൽ സെൽസ് സെൽ ഡിവിഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇനീഷ്യേറ്റഡ് ആകുമ്പോൾ അവ അതിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഉള്ള സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ ടു പ്രൊസീഡ് വിത്ത് സെൽ ഡിവിഷൻ ഓർ നോട്ട്. അതായത് സിഗ്നൽസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്നും വരുന്ന സിഗ്നൽസ് സെൽ ഡിവിഷനെ പ്രൊസീഡ് ചെയ്യിക്കാൻ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള സിഗ്നൽസ് ആണെങ്കിൽ സെൽ ഡിവിഷൻ പ്രോസസ്സ് നടക്കും. അൺഫേവറബിൾ ആയിട്ടുള്ള സിഗ്നൽസ് ആണ് കിട്ടുന്നതെങ്കിൽ സെൽ ഡിവിഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ സെല്ല് ഡിസൈഡ് ചെയ്യുകയാണ് ഡിവൈഡ് ഓർ നോട്ട്. ആ ഡിസിഷൻ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ക്യൂസ് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് സെൽസ് ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സെൽ സൈക്കിളിന് 2 മേജർ സ്റ്റേജസ് ആണുള്ളത്, ഇൻ്റർഫേസും അതുപോലെ തന്നെ എം ഫേസും. ഇൻ്റർഫേസിൽ 3 സ്റ്റേജസ് ഉണ്ട്, G1, S ആൻഡ് G2. ഇപ്പോൾ G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് ഒരു സെല്ല് മൂവ് ചെയ്യണമെങ്കിൽ, ആ പ്രൊസീഡഡ് ആകണമെങ്കിൽ ആ എസ് ഫേസിന് വേണ്ടിയിട്ടുള്ള നെസസറി കണ്ടീഷൻസ് എല്ലാം G1 ഫേസിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ പർട്ടിക്കുലർ സെല്ല് G1 ഫേസിൽ നിന്ന് എസ് ഫേസിലേക്ക് പോകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് G2യിൽ നിന്ന് എമ്മിലേക്ക് പോകുന്നത്. അതായത് എമ്മിൽ വേണ്ട മൈറ്റോട്ടിക് ഫേസിൽ വേണ്ട എല്ലാ തരത്തിലുള്ള നെസസറി കണ്ടീഷൻസും G2 ഫേസിൽ ആ സെല്ല് ഫുൾഫിൽ ചെയ്തിരിക്കണം. എന്നാൽ മാത്രം G2യിൽ നിന്ന് എമ്മിലേക്ക് പോകും. ഇനി ഇല്ലാത്ത പക്ഷം അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് സെൽ സൈക്കിൾ മൂവ് ചെയ്യത്തില്ല. G1ൽ നിന്ന് എസിലേക്ക് പോകത്തില്ല, G2യിൽ നിന്ന് എമ്മിലേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ എം എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കത്തില്ല. അപ്പോൾ ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഗുലേഷൻ മെക്കാനിസം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള റെഗുലേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് ആണ്. സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എ ചെക്ക് പോയിൻറ്റ് ഈസ് എ സ്റ്റേജ് ഇൻ ദ യൂക്കാരിയോട്ടിക് സെൽ സൈക്കിൾ at which the cell examines internal and external cues and decides whether or not to move forward with the division process. ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് സെൽ സൈക്കിളിലുള്ള ഒരു സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ വെച്ച് സെല്ല് എക്സാമിൻ ചെയ്യുന്നു, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സിഗ്നൽസിനെ എക്സാമിൻ ചെയ്ത് സെല്ല് ഒരു ഡിസിഷൻ എടുക്കുന്നു, വെദർ ഓർ നോട്ട് ടു മൂവ് ഫോർവേഡ് വിത്ത് ദ ഡിവിഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ചെക്ക് പോയിൻ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലുള്ള നമ്മുടെ ബോർഡിംഗ് പ്രൊസീജിയർ നമുക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റി ചെക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിൽ കയറി എവിടേക്കെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് പാസ്പോർട്ട്, അതുപോലെ തന്നെ ടിക്കറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലഗേജിനകത്ത് ആ പർട്ടിക്കുലർ ഫ്ലൈറ്റ് പറയുന്ന രീതിയിലുള്ള മറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലഗേജിനകത്ത് കാണാൻ പാടുള്ളൂ. അതായത് ഒരു വെയിറ്റ് ഒക്കെ പറയും, ആ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലഗേജ് ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ ലഗേജിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള മറ്റീരിയൽസ് ഒന്നും കാണരുത്. അതായത് ഇല്ലീഗലായിട്ടുള്ള മറ്റീരിയൽസ്, വെപ്പൺസ്, ഡ്രഗ്സ്, ഇതുപോലുള്ളതൊന്നും കാണരുത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ സെക്യൂരിറ്റി ചെക്ക് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്ത് പോകാം. ഇതിനകത്തുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വിചാരിക്കുക, നമുക്ക് ആ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നീട്
നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അടുത്ത പ്രാവശ്യം നമുക്ക് ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാം. ഇനി ലഗേജ് നമ്മുടെ രീതിയിൽ നമ്മുടെ ഇവർ പറയുന്ന രീതിയിലുള്ള വെയിറ്റ് അല്ല, അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കാം, എന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കണ്ടീഷനിൽ നമ്മുടെ കയ്യിലുള്ള ലഗേജിനകത്ത് ഇല്ലീഗലായിട്ടുള്ള മറ്റീരിയൽസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് വെപ്പൺസും ഡ്രഗ്സും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാസഞ്ചർ ആ ലഗേജുമായിട്ട് ആ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുവാണെങ്കിൽ ആ ഫ്ലൈറ്റിനും പ്രശ്നമാണ്, അതുപോലെ തന്നെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികർക്കും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ഈ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിൽ അവിടെയുള്ള ഒഫീഷ്യൽസ് നമ്മുടെ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കും, നമ്മളെ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യും, നമ്മളെ ചിലപ്പോൾ ജയിലിൽ വരെ ആക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആ പറഞ്ഞ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വരും. ഇതേപോലെ തന്നെയുള്ളൊരു മെക്കാനിസമാണ് ഈ സെൽ സൈക്കിളിൻ്റെ ചെക്ക് പോയിൻറ്റ്സിലും സംഭവിക്കുന്നത്. ഓരോ ചെക്ക് പോയിൻറ്റും ചെക്ക് ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള നെസസറി കണ്ടീഷൻസ് ആ സെല്ല് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം, അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സെല്ലിന് അടുത്ത സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിഗ്നൽസ് ഇല്ല. അപ്പോൾ ആ സെല്ലിൻ്റെ സെൽ ഡിവിഷൻ പ്രോസസ്സ് അവിടെ വെച്ച് അറസ്റ്റഡ് ആകാം, ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ. അപ്പോൾ സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ചെക്ക് പോയിൻറ്റ്സ് ആണ് വരുന്നത്. G1 ചെക്ക് പോയിൻറ്റ്, G2 ചെക്ക് പോയിൻറ്റ്, ദെൻ സ്പിൻഡിൽ ചെക്ക് പോയിൻറ്റ്. അപ്പോൾ G1 ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് വരുന്നത് G1 ഫേസിൻ്റെയും S ഫേസിൻ്റെയും ട്രാൻസിഷൻ സോണിലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം, ഇതാണ് G1 ഫേസ്. ആ G1 ഫേസ് തീരുന്ന ആ റീജിയനിൽ വരുന്ന ഒരു സ്റ്റേജാണ് G1 ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ G1 ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യുന്നത് എസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നെസസറി കണ്ടീഷൻ ആ സെല്ല് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി G2 ചെക്ക് പോയിൻ്റ് അത് വരുന്നത് G2 ഫേസിൻ്റെയും M ഫേസിൻ്റെയും ട്രാൻസിഷൻ സോണിലാണ്. അപ്പോൾ G2 ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യുന്നത് M ഫേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നെസസറി കണ്ടീഷൻസ് G2 ഫേസിൽ ആ പർട്ടിക്കുലർ സെല്ല് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനിയുള്ളത് സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് ആണ്. അത് M ഫേസിലാണ് വരുന്നത്. ആ M ഫേസിൽ ഡിവിഷൻ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി കണ്ടീഷൻസ് സെല്ല് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ ഓരോ ചെക്ക് പോയിൻറ്റും ഷുവർ ആക്കുന്നത് എന്താണ്, ഓരോ സ്റ്റേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെസസറി കണ്ടീഷൻസ് സെല്ല് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഫുൾഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡിവിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അറസ്റ്റഡ് ആവും. അപ്പോൾ 3 തരത്തിലുള്ള ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. G1 ചെക്ക് പോയിൻ്റ്, G2 ചെക്ക് പോയിൻ്റ്, സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ്. ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഓരോ ചെക്ക് പോയിൻറ്റിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ്. Okay, first one, G1 checkpoint. The G1 checkpoint is the main decision point for a cell. That is the primary point at which it must choose whether or not to divide. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്, ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ പർട്ടിക്കുലർ സെല്ല് ഡിവിഷന് വേണ്ടിയിട്ട് കേപ്പബിൾ ആണോ ഇല്ലയോ എന്നുള്ള ഡിസിഷനാണ് അവിടെ എടുക്കുന്നത്. ഇപ്പോൾ G1 ചെക്ക് പോയിൻ്റ് എവിടെ ആണ് വരുന്നത്, ഇറ്റ് കംസ് ഇൻ ദ ട്രാൻസിഷൻ സോൺ ഓഫ് G1 ഫേസ് ആൻഡ് S ഫേസ്. അതായത് G1 ഫേസിൻ്റെ ഏറ്റവും ടെർമിനൽ പോയിന്റിലാണ് നമ്മൾ G1 ചെക്ക് പോയിൻറ്റിനെ കാണുന്നത്. A cell that passes the G1 check point irreversibly committed to division. അതായത് G1 ചെക്ക് പോയിന്റ് കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്, S ഫേസ് ആണ്. S ഫേസ് എന്ന് പറയുന്നത് സിന്തസിസ് ഫേസ് ആണ്. അവിടെ DNA റിപ്ലിക്കേഷൻ ആണ് നടക്കേണ്ടത്. അപ്പോൾ G1 ചെക്ക് പോയിന്റ് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സെൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറിവേഴ്സിബിളി കമ്മിറ്റഡ് ടു ഡിവിഷൻ. അപ്പോൾ അതിനകത്ത് ഡിവിഷൻ പ്രോസസ്സ് നടക്കണം.
ഇപ്പോൾ G1 ചെക്ക് പോയിന്റ് സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യുന്നത് സെൽ സൈസ്, അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അക്യുമുലേഷൻ, ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പ്രസൻസ്, പിന്നെ DNA ഡാമേജ്. ഈ പറഞ്ഞ ഏതെങ്കിലും ക്രൈറ്റീരിയ അൺഫേവറബിൾ ആണെങ്കിൽ G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് സെൽ സൈക്കിള് മൂവ് ചെയ്യത്തില്ല. ആ സെല്ലിൻ്റെ സെൽ സൈക്കിള് അവിടെ വെച്ച് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അറസ്റ്റഡ് ആവും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഈ G1 ഫേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് G0 എന്ന് പറയുന്ന ഒരു ഫേസും കൂടെ ഇൻ്റർഫേസിൽ ഉണ്ട്. അപ്പോൾ ഒരു സെല്ലിനകത്ത് DNA ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ G1 ചെക്ക് പോയിന്റിൽ എത്തുമ്പോൾ ആ ഡാമേജ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ അർത്ഥം ആ പർട്ടിക്കുലർ സെല്ല് S ഫേസിലേക്ക് മൂവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സെല്ലല്ല. അപ്പോൾ ആ പർട്ടിക്കുലർ സെല്ല് G0 എന്ന് പറയുന്ന ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും. G0യിൽ നിന്ന് അതിന് വേണമെങ്കിൽ ഈ DNAക്കകത്തുള്ള ഡാമേജിനെ കറക്റ്റ് ചെയ്ത് എവിടെ വരാം, G1 ഫേസിലേക്ക് തിരിച്ചു വരാം, ലൂപ്പ് ബാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി, സെല്ലിൻ്റെ പ്രോപ്പർ സൈസ്, ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം ഇവിടെ കുറവാണെങ്കിൽ G0 ഫേസിലേക്കാണ് ആ പർട്ടിക്കുലർ സെല്ല് മൂവ് ചെയ്യുന്നത്. G0യിൽ നിന്ന് അത് വേണമെങ്കിൽ തിരിച്ച് G1ലേക്ക് വരാം, G1ൽ നിന്ന് അതിന് Sലേക്ക് മൂവ് ചെയ്യാം. ഇനി ഈ DNAക്കകത്തുള്ള ഡാമേജും അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അക്യുമുലേഷനും ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ അക്യുമുലേഷനും സെൽ സൈസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയമെൻഷനും ഒന്നും ഇത് അച്ചീവ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. G0 ഫേസിൽ നിന്നും ഇതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെയും പ്രശ്നങ്ങളാണ് എന്ന് വിചാരിക്കുക. ആ പർട്ടിക്കുലർ സെല്ല് ഒരു രീതിയിലും ഡിവിഷന് കേപ്പബിൾ അല്ല. അതുകൊണ്ട് ആ പർട്ടിക്കുലർ സെല്ല് ഡിവൈഡ് ചെയ്യത്തില്ല, അത് പ്രോഗ്രാംഡ് സെൽ ഡെത്തിന് വിധേയമാകും. ഇതാണ് G1 ചെക്ക് പോയിന്റിൻ്റെ മെയിനായിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ G1 ചെക്ക് പോയിന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? സെൽ സൈസ്, ന്യൂട്രിയൻസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, DNA ഡാമേജ്. ഇവയെല്ലാം ഫേവറബിൾ ആണെങ്കിൽ G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് ആ പർട്ടിക്കുലർ സെൽ മൂവ് ചെയ്യും. അൺഫേവറബിൾ ആണെങ്കിൽ G0യിലേക്ക് പോകും, തിരിച്ച് ലൂപ്പ് ബാക്ക് ചെയ്ത് G1ലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയും പ്രശ്നമാണെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ല് അപ്പോട്ടോസിസിന് വിധേയമാകും. ഇനി അടുത്ത ചെക്ക് പോയിന്റ് ആണ് G2 ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. To make sure that cell division produces healthy daughter cells with complete undamaged DNA, the cell has an additional checkpoint before M phase called G2 checkpoint. അപ്പോൾ ഇത് വരുന്നത് G2 ഫേസിൻ്റെ അതുപോലെ തന്നെ M ഫേസിൻ്റെയും ട്രാൻസിഷൻ സോണിലാണ്. അതായത് G2 ഫേസിൻ്റെ ഏറ്റവും അവസാനമാണ് നമുക്ക് G2 ചെക്ക് പോയിന്റിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ G2 ചെക്ക് പോയിന്റ് ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്? DNA ഡാമേജ് ഉണ്ടോ, DNA റിപ്ലിക്കേഷൻ കംപ്ലീറ്റ്നെസ്, ഇതുപോലുള്ള ഫാക്ടേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ DNA ഡാമേജ് ഉണ്ടെങ്കിൽ, അതായത് S ഫേസിൽ DNAക്ക് റിപ്ലിക്കേഷൻ നടന്നു, ആ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള DNA ഉള്ള സെല്ലാണ് G2 ഫേസിലേക്ക് വരുന്നത്. അപ്പോൾ G2 ഫേസിൽ എത്തുമ്പോഴേക്കിന് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഡാമേജിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട്. അതായത് ചെക്ക് പോയിൻ്റ് ആ ഡാമേജ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ G2 ഫേസിൽ ഇത് ടെമ്പററി ആയിട്ട് അറസ്റ്റഡ് ആവും, സെല്ലിൻ്റെ സൈക്കിളിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ DNA ഡാമേജിനെ റിപ്പയർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. ആ റിപ്പയർ പ്രോസസ്സ് നടക്കും. അത് കഴിഞ്ഞ് അതിന് G2ൽ നിന്ന് Mലേക്ക് പോകാനുള്ള ഒരവസരം കിട്ടും. ഇനി ഇറിപ്പയറബിൾ ആയിട്ടുള്ള ഡാമേജ് ആണ് DNAയിൽ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. ആ പർട്ടിക്കുലർ സെല്ല് അപ്പോട്ടോസിസിന് വിധേയമാകും. ഇപ്പോൾ DNA പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തില്ല, ആ റിപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് അല്ല S ഫേസിൽ, അതെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്നത് G2 ചെക്ക് പോയിന്റിൽ വെച്ചിട്ടാണ്. ആ G2 ചെക്ക് പോയിന്റിൽ ചെക്ക് ചെയ്ത് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. കറക്ഷൻ പ്രോസസ്സും പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ല് G2ൽ നിന്ന് Mലേക്ക് പോകത്തില്ല, അത് അപ്പോട്ടോസിസിന് വിധേയമാകും. ഇനി അടുത്ത ചെക്ക് പോയിന്റ് ആണ്, ലാസ്റ്റ് ചെക്ക് പോയിന്റ് ആണ് സ്പിൻഡിൽ ചെക്ക് പോയിന്റ്. ഇപ്പോൾ എം ഫേസിൽ ക്രോമസോംസിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നത്
ആ കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സാണ്. ഇപ്പോൾ മെറ്റാഫേസ് പ്ലേറ്റിലുള്ള സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ് ഈ സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് അല്ലെങ്കിൽ എം ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യുന്നത്. ദ എം ചെക്ക് പോയിൻ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ്. അതിന് കാരണം ഈ എം ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രോമസോംസിനെ 2 പോൾസിലേക്കും സ്പിൻഡിൽ ഫൈബേഴ്സ് വലിച്ചുകൊണ്ട് പോകുന്നതാണ്. ആ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോംസിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ വന്ന് അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ലിനകത്ത് ഡിവിഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇറഗുലാരിറ്റി ക്രോമസോം നമ്പറിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഡോട്ടർ സെൽസിൽ കാണത്തില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രോപ്പറായിട്ടാണോ മെറ്റാഫേസ് പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് പോയിൻ്റാണ് സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ്. The cell examines whether the entire sister chromatids are correctly attached to the spindle microtubules. ഇനി ഈ പ്രോപ്പറായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് സിസ്റ്റർ ക്രോമാറ്റിഡ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഈ ക്രോമസോംസ് സെല്ലിനകത്ത് വളരെ ഫ്ലോട്ട് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. അത് മെറ്റാഫേസ് പ്ലേറ്റിൽ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബിഹേവിയർ ക്രോമസോംസ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഈ സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ എം ഫേസ് കംപ്ലീറ്റ് ആവും. അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആയി ഡോട്ടർ സെൽസിലേക്ക് പോയി അങ്ങനെ മൈറ്റോസിസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞ ചെക്ക് പോയിൻറ്റ്സിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. G1 ചെക്ക് പോയിൻ്റ് അത് G1 ഫേസിൻ്റെയും S ഫേസിൻ്റെയും ട്രാൻസിഷൻ സോണിലാണ് വരുന്നത്. ദെൻ G2 ചെക്ക് പോയിൻ്റ് G2 ഫേസിൻ്റെയും M ഫേസിൻ്റെയും ട്രാൻസിഷൻ സോണിലാണ് വരുന്നത്. ദെൻ സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് അത് M ഫേസിലാണ് വരുന്നത്. അപ്പോൾ ഓരോ ചെക്ക് പോയിൻറ്റും ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്? G1 ചെക്ക് പോയിൻ്റ് DNA ഡാമേജ് ഉണ്ടോ, ആ ഗ്രോത്ത് ഫാക്ടേഴ്സും അതുപോലെ തന്നെ സെല്ലിൻ്റെ ഗ്രോത്തും ഒക്കെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. G2 ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യുന്നത് DNA ഡാമേജും അതുപോലെ തന്നെ DNA റിപ്ലിക്കേഷൻ കംപ്ലീറ്റ്നെസ്സുമാണ്. അതായത് S ഫേസിൽ നടന്ന റിപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് G2 ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ G1ലും G2ലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അബ്നോർമാലിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ G1ലാണെങ്കിൽ DNA ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ G0 ഫേസിലേക്ക് പോകും. ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രോപ്പർ അല്ലെങ്കിലും G0 ഫേസിലേക്ക് പോകും. പിന്നീട് തിരിച്ച് അത് G1ലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. G2ലാണെങ്കിലും DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് പിന്നെയും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. ഇനി M ഫേസിൽ ഉള്ള സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്യുന്നത് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സുമായിട്ട് മെറ്റാഫേസ് പ്ലേറ്റിൽ മൈക്രോട്യൂബിൾസ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ സെൽ സൈക്കിൾ അറസ്റ്റഡ് ആകും. ആ പർട്ടിക്കുലർ സെല്ല് അപ്പോട്ടോസിസിന് വിധേയമാകും. അപ്പോൾ G1 ചെക്ക് പോയിൻറ്റിലും G2 ചെക്ക് പോയിൻറ്റിലും കറക്ഷൻ പ്രോസസ്സ് നടക്കാം. കറക്ഷൻ പ്രോസസ്സും പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അപ്പോട്ടോസിസിന് വിധേയമാകുക ചെയ്യുന്നത്. അപ്പോൾ മേജറായിട്ട് ഈ 3 ചെക്ക് പോയിൻറ്റ്സ് ആണ് നമുക്ക് സെൽ സൈക്കിളിൽ കാണാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഇഷ്ടംപോലെ ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്നുള്ള നിലയിൽ നമ്മൾ 3 ചെക്ക് പോയിൻറ്റ്സിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു.